അറസ്റ്റ് തടഞ്ഞു കോടതി സിദ്ദിഖിന് മുൻകൂർ ജാമ്യം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുന്നു. അതിജീവിതയുടെയും സർക്കാരിന്റെയും എതിർപ്പ് തള്ളിക്കൊണ്ട് അറസ്റ്റ് തടഞ്ഞ് മുൻകൂർ ജാമ്യം സിദ്ദിഖിന് നൽകുകയാണ് കോടതി. 8 വർഷം സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് തുടർച്ചയായി നമ്മൾ കാണുന്നു. നടൻ സിദ്ദിഖിന് ജാമ്യം ലഭിക്കുന്നു, മുൻകൂർ ജാമ്യം ലഭിക്കുന്നു, അറസ്റ്റ് തടയുന്നു സുപ്രീം കോടതി. എന്തൊക്കെയാണ് ഉപാധികൾ എന്നതടക്കമുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് പോകണം. സിദ്ദിഖിന്റെ അറസ്റ്റ് തടയുന്നു, മുൻകൂർ ജാമ്യം നൽകുന്നു സുപ്രീം കോടതി എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിന് ഇപ്പോൾ കോടതി നോട്ടീസ് അയക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. സർക്കാരിന് നോട്ടീസ് അയക്കുന്നു. സർക്കാരിന് ഇതൊരു വിമർശനമായി മാറുകയാണോ എന്നതാണ് അറിയേണ്ടത്. സിദ്ദിഖിന് ആശ്വാസം. ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കിട്ടുന്നു, ഒപ്പം അറസ്റ്റ് തടയുന്നു കോടതി. സിദ്ദിഖിന് ആശ്വാസമാകുന്ന തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സിദ്ദിഖിന്റെ അറസ്റ്റ് തടയുന്നു, മുൻകൂർ ജാമ്യം കിട്ടുന്നു. വളരെ പ്രധാനപ്പെട്ട നീക്കമായിരുന്നു സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏറ്റവും മുതിർന്ന അഭിഭാഷകരിൽ ഒരാളായ മുകുൾ റോത്തഗിയെ തന്നെ നിയോഗിക്കാനുള്ള തീരുമാനം, അത് സിദ്ദിഖിന് ഇപ്പോൾ അനുകൂലമായി മാറുന്നു. അന്വേഷണവുമായി സഹകരിക്കാം എന്നുള്ളത് പ്രധാന വാദമായി മുകുൾ റോത്തഗി അവിടെ വെച്ചതാണ്. അത് കോടതി അംഗീകരിക്കുന്നു. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നൽകുന്ന കാര്യത്തിൽ ഉപാധിയായി വന്നിരിക്കുന്നത് സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കണം എന്നുള്ളതാണ്. നടൻ സിദ്ദിഖിന് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നു, അറസ്റ്റ് തടയുന്നു കോടതി. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു. ശ്യാം ദേവരാജ്, സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? വാദം എങ്ങനെയായിരുന്നു? മുൻകൂർ ജാമ്യം എന്നതിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. പക്ഷേ സിദ്ദിഖിന് ഏറെ ആശ്വാസകരമാവുന്നത് സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞു എന്നതാണ്. മാത്രമല്ല, അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സുപ്രീം കോടതി സിദ്ദിഖിന് നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ വിചാരണ കോടതിയിൽ ഹാജരാകണം എന്നടക്കമുള്ള കാര്യങ്ങൾ എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി നൽകുകയും ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ഈ അതിജീവിതയ്ക്കടക്കം ഈ വിഷയത്തിൽ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ നോട്ടീസും സുപ്രീം കോടതി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അല്പസമയം മുമ്പാണ് ജസ്റ്റിസുമാരായ ബലായം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ഉൾപ്പെട്ട ബെഞ്ച് ഇത്തരമൊരു തീരുമാനമെടുക്കുകയും ചെയ്തത്. ഇൻ ദ മീൻ ടൈം ദർ ഷാൽ ബി നോ അറസ്റ്റ് ഫോർ ദ പെറ്റീഷണർ എന്നാണ് ഈ സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും സിദ്ദിഖിന് ഏറെ ആശ്വാസകരമാവുന്ന ഒരു നടപടി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു.